മകളെ അമ്മ ഇവിടെ കിടക്ക്, ഞങ്ങൾ നടുവിൽ കിടന്നോളാം. പപ്പി പൊതപ്പെടുക്ക്, കിടക്ക് അമ്മ, കിടക്ക്. ലൈറ്റ് ഓഫ് ചെയ്യണ്ട, പ്രേതം വന്നാ കാണില്ല. അവരുറങ്ങട്ടെ, എന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പൊക്കോളാം. കിടക്കമ്മേ, കിടക്ക്. അമ്മയും കൂടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. പപ്പി, അങ്കിളിനെ വിട്ടേക്കല്ലേ? ഇല്ല, ഞാൻ അമ്മയെ പിടിച്ചിട്ടുണ്ട്. പപ്പി, എന്തോ ഭാഗ്യത്തിനാ നമ്മൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ പ്രേതം നമ്മളെ എല്ലാരെയും പിടിച്ച് ചോര കുടിച്ചേനെ. ഹോ, അപ്പൊ കേട്ടതെല്ലാം ശരിയാണ്. ഒരുമിച്ച് കുടുംബം പോലെ താമസവും തുടങ്ങി. ഇതപ്പം അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കുക തന്നെ വേണം. സത്യമംഗലത്തെ സത്യഭാമയെ തകർക്കാൻ ഇത് തന്നെ ധാരാളം. കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാൻ പറ്റാതെ വരുന്ന സ്ത്രീകൾക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ട് സർവ്വസാധാരണമാണ്. അപ്പോൾ അവരുടെ ഈ ബുദ്ധിമുട്ട് മാറാൻ പാല് സ്വയം ചുരത്തിക്കളയും. മോള് പാല് കുടിച്ചാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. കരയില്ലേ? മോളെ കരയണ്ട കേട്ടോ, കരയില്ലേ?
തുറന്നേ? ആ അത് കാറ്റത്ത് തുറന്നായിരിക്കും. ശാലിനി, ആ ശാലിനി എങ്ങോട്ട് പോവാ? എനിക്ക് കിടന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ശാലിനി നിൽക്കേ. ശാലിനിക്ക് ഇതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കുട്ടികളുടെ നിർബന്ധം അതുകൊണ്ട് മാത്രമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. ഞാൻ കുറച്ചുകൂടി അക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ലേ? എന്തായാലും ശിവൻ ഇവിടെ തന്നെ കിടന്നോളൂ, ഞാൻ സോഫയിൽ കിടന്നോളാം. അയ്യോ അത് വേണ്ട. സോഫയിൽ കിടക്കേണ്ടത് ഞാനല്ലേ? പിന്നെ ഒരു കട്ടിൽ കിടന്നതുകൊണ്ടോ ഒരു മുറിയിൽ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചതുകൊണ്ടോ തമ്മിലുള്ള വ്യക്തിത്വത്തെ മറക്കാൻ നമുക്കാവില്ലല്ലോ. നമ്മളിലുള്ള ആ ബോധത്തെ നമ്മൾ പരസ്പരം ബഹുമാനിക്കുന്ന കാലത്തോളം നമ്മൾ നമ്മളെ വഞ്ചിക്കില്ല. ആ ഉറപ്പ് എനിക്കുമുണ്ട്, ശാലിനിക്കുമുണ്ട്. പിന്നെ നമ്മൾ ആരെയാ പേടിക്കുന്നത്? നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് 100% നീതി പുലർത്തുന്നവരാ. പിന്നെ എന്തിനാ ഭയക്കുന്നത്? പക്ഷേ ഈ സമൂഹം നമ്മളെ നോക്കുന്നത് കഴുകന്റെ കണ്ണുകളോടെയാ. അവരെ ചിന്തിക്കുന്നതും പറഞ്ഞു പരത്തുന്നതും നമ്മള് സ്വപ്നത്തെ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും. പേടിക്കണം. നമ്മുടെ ചിന്താഗതികൾക്കൊപ്പം ഉയരാൻ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ പേടിച്ചൊളിക്കാൻ പോയാ അതിനെ നേരം കാണൂ. നമുക്കറിയാലോ നമ്മളെ. നമ്മുടെ ചിന്തകൾക്ക് നമ്മളെക്കാൾ മാന്യതയുള്ള കാലത്തോളം നമുക്കൊരാളെയും പേടിക്കാതെ കഴിയാൻ പറ്റും. നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലെന്ന് നമുക്കറിയാം. കാലം അത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യും. നമ്മളിലെ നന്മകൾ കാണാൻ ഇക്കാലത്ത് പ്രയാസമാണെന്നറിയാം. എങ്കിലും ഈ രീതിയിലും ജീവിതത്തോട് നീതി കാണിക്കുന്നവരുണ്ടെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തൂടെ?